നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളെ രാവിലെ 11 മണിക്ക് വിഷ്ണുവേട്ടന്റെ പെണ്ണുകാണൽ ചടങ്ങാ. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി എന്തെങ്കിലും ഒന്ന് ചെയ്യണേ പ്ലീസ്. ഞാൻ വരാം ശ്യാമേ. കുഞ്ഞേച്ചി, ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ? ആ ചടങ്ങ് നടക്കില്ല. എന്താടി, നീ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇവളെ? കുറച്ചു മുൻപൊരു കൂടിക്കാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. പരിചയം അതിനു മുൻപുള്ളതാ. 6 വർഷം മുൻപ് സിവിൽ സർവീസ് ട്രെയിനിങ് അക്കാഡമിയിൽ വെച്ച്. നാളത്തെ രാജ്യത്തിന്റെ ഭരണയന്ത്രം തിരിക്കേണ്ടവർക്ക് പൊതുജനത്തിന്റെ നികുതി പണം കൂടി ചെലവഴിച്ച് മസൂറിലെ സിവിൽ സർവീസ് അക്കാഡമിയിൽ 2 വർഷത്തെ പരിശീലനം കൊടുക്കുന്നത്. അക്കൂട്ടത്തിൽ എങ്ങനെയോ വഴിതെറ്റി വന്നൊരു പരിഷ്കാരി പെണ്ണ്. അല്പം പണക്കൊഴുപ്പിന്റെ അഹങ്കാരവും ധാർഷ്ട്യവും അത്രേ കരുതിയിരുന്നുള്ളൂ മധുശ്രീയെ കണ്ടപ്പോ. പക്ഷേ അത് മാത്രമായിരുന്നില്ല. മദ്യം, മയക്കുമരുന്ന്, കപ്പിൾ പാർട്ടികളിലെ അതിരുവിട്ട പെരുമാറ്റം, ഇതൊന്നും പോരാഞ്ഞ് മധുശ്രീയുടെ കടന്നുകയറ്റം അക്കാഡമിയിലെ പാവപ്പെട്ട പെൺകുട്ടികളിൽ കൂടി പടർന്നു കയറിയപ്പോ എനിക്കിടപെടേണ്ടി വന്നു. ഞാൻ കംപ്ലൈന്റ് ചെയ്തു. അന്വേഷണവും തെളിവെടുപ്പും മറ്റുമായപ്പോ അവൾ അത് മറികടക്കാൻ മറ്റൊരു ബുദ്ധി കാട്ടി. സിവിൽ സർവീസ് വലിച്ചെറിഞ്ഞ് തിരികെ നാട്ടിലേക്ക്. നിന്നെ ഞാനിനി എന്തെങ്കിലും കാണുമെന്നൊരു വെല്ലുവിളിയും. ഞാനവളുടെ ജീവിതം തകർത്തത്രേ. അതിന് പക വീട്ടോന്ന്. അയ്യോ, മധുശ്രീ സിവിൽ സർവീസ് ഉപേക്ഷിച്ചതില് എനിക്കൊരു മനസ്താപം തോന്നിയില്ല. രാജ്യം രക്ഷപ്പെട്ടെന്നേ കരുതിയുള്ളൂ. പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി കാണുമെന്നും പക വീട്ടുമെന്നും പറഞ്ഞപ്പോ അതിങ്ങനെയാവോന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പൊ മോളെ, നീ ആ വിഷ്ണുവിന്റെ ഭാര്യയെന്ന് മനസ്സിലാക്കി അവള് തുനിഞ്ഞിറങ്ങിയത് തന്നെയാണോ? നേരത്തെ അവള് മനസ്സിലാക്കിയില്ലെങ്കിലും ഇപ്പൊ അവള് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി അവൾ അമ്മ പറഞ്ഞതുപോലെ തുനിഞ്ഞിറങ്ങും. അപ്പോ അപ്പൊ ഇനിയെന്താ? കളത്തിലുള്ളത് മധുശ്രീയാണെങ്കിൽ അവളെ നേരിടാൻ ശാലിനി ഉണ്ടാവും. ശാലിനി വേഴ്സസ് മധുശ്രീ. 6 വർഷത്തെ പക എന്റെ വിഷ്ണുവിനെ സ്വന്തമാക്കി തീർക്കാന്ന് കരുതുന്നുണ്ടാവും അവള്. പക്ഷെ മധുശ്രീ എന്റെ വിഷ്ണുവിനെ ഒരു പിശാചിനോ രക്തരക്ഷസിനോ വിട്ടുകൊടുത്താൽ പോലും നിനക്ക് ഞാൻ തരില്ല. അകന്ന് നിൽക്കുന്നെങ്കിലും എനിക്കാകെയുള്ളൊരു സ്വത്താണടിയത്. അത് ചെളിക്കുണ്ടിൽ എറിഞ്ഞു കളയില്ല ഞാൻ. ശാലിനി അങ്ങോട്ട് ഇറങ്ങാൻ പോവാ. നഷ്ടപ്പെട്ടതും വേണ്ടെന്ന് വെച്ചതും തിരിച്ചു പിടിക്കാനല്ല. ഇന്നും സ്വന്തമായിരുന്നത് നിന്നെപ്പോലൊരു രക്തപിശാചിന് വിട്ടു തരാതിരിക്കാൻ. അച്ഛൻ വിദേശത്തു നിന്ന് വരുന്നത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ചെറിയൊരു കുട്ടിയുണ്ട് ഇവിടെ. കെട്ട് നടക്കുന്നതിന് മുൻപ് അതിനിത്തിരി വിഷം കലക്കി കൊടുക്കാൻ. വണ്ടി എടുത്ത് മാറ്റാനോ?
നിന്റെ കാറിനുണ്ടായ നഷ്ടത്തിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി താൻ. ഇല്ല മധുശ്രീ, മറ്റാർക്ക് വിഷ്ണുവേട്ടനെ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ പോലും ശാലിനി ഒരു പക്ഷെ അത് ക്ഷമിച്ചെന്നിരിക്കും. പക്ഷെ നിന്നെപ്പോലൊരു രക്തയക്ഷിക്ക് പന്ത് തട്ടി കളിക്കാൻ ഇല്ല മധുശ്രീ. ഈ ശാലിനിക്ക് ജീവനുള്ളപ്പോ അത് സമ്മതിച്ച് തരില്ല. ഉറപ്പിച്ചോ, ഇത് തന്നെ സത്യഭാമയുടെ മരുമകള്. ഈ വിവാഹം നടക്കും. പെൺകുട്ടിയോടും കൂട്ടരോടും വരാൻ പറ ഇങ്ങോട്ട്. ഹലോ കുഞ്ഞേച്ചി, നാളെ രാവിലെ 11 മണിക്ക് വിഷ്ണുവേട്ടന്റെ പെണ്ണ് കാണൽ ചടങ്ങാ. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി എന്തെങ്കിലും ഒന്ന് ചെയ്യണേ പ്ലീസ്. ഞാൻ വരാം ശ്യാമേ. കുഞ്ഞേച്ചി, ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ? ആ ചടങ്ങ് നടക്കില്ല. നീ ഫോൺ വെച്ചോ. ശരി കുഞ്ഞേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.